പറഞ്ഞ് അങ്ങനെ നടക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മീനാക്ഷി മേഡം മനസ്സിലിരിപ്പ് പോലെ തന്നെ കാര്യമല്ല തോന്നിരിക്കുന്നു. ഒന്നും തരം ഒരു പയ്യൻ കേട്ടോ. ചീട്ട് കളിക്കുകയില്ല, കള്ളു കുടിക്കുകയില്ല, നാടകം, സിനിമ, ഡാൻസ് ഇത്യാദികളൊന്നും കാണാൻ ഇഷ്ടമല്ല. എന്നാലും പരമയോഗ്യനും. പതുക്കെ പറഞ്ഞാട്ടെ, പെണ്ണ് കേൾക്കും. ഇത് ഒളിച്ചു വയ്ക്കാൻ എന്തോയിരിക്കുന്നു മീനാക്ഷിയമ്മേ? ഇന്ദുവിന്റെ അച്ഛനൊന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ഞാൻ പണിക്കരിയേട്ടനോട് ഇന്ന് പറയത്തില്ലായിരുന്നു. അയ്യോ എന്റെ മീനാക്ഷിയമ്മേ, ഇതിലെന്തും ഇത്ര വിഷമിക്കാനിരിക്കുന്നു? ഇത് നാട്ടിൽ നടക്കാത്ത കാര്യമല്ലോ ആണോ? ഇന്ദുവിന് ഇഷ്ടമാവോന്ന് അറിഞ്ഞില്ല. അവളുടെ അഭിപ്രായം ഇതുവരെ ചോദിച്ചില്ല. എന്നാ ഇന്ന് തന്നെ ചോദിക്കേ. നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്രമാത്രം നിർബന്ധിക്കുന്നത്. മോളെ ഇന്ദു, മീനാക്ഷി എല്ലാം പറഞ്ഞേക്കണം. എന്താ മോളെ, നമ്മുടെ ഈ വീടിന്റെ മുകളിലത്തെ മുറി വാടകയ്ക്ക് കൊടുക്കാൻ കൊള്ളാവുന്ന ഒരാളെ അന്വേഷിക്കണമെന്ന് ഞാൻ പണിക്കരിയേട്ടനോട് പറഞ്ഞിരുന്നു. അതിനൊരാള് വന്നിട്ടുണ്ടെന്ന്. അത് വേണോ അമ്മേ? ആ മുറി ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നോണ്ട് വല്ല പ്രയോജനം ഉണ്ടോ കുഞ്ഞ്? നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലോ കിട്ടുന്നതാട്ടെ. നമ്മുടെ സ്ത്രീകൾ മാത്രമല്ല വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയാതെ. അപ്പൊ എന്നെ വിശ്വാസമില്ലേ? ഞാനാ പറയുന്നത്. കമ്പനിയിൽ ജോലിക്ക് വന്നിട്ട് ആഴ്ച ഒന്നേ ആയുള്ളെങ്കിലും ആളിനെ എനിക്ക് പിടികിട്ടി. നല്ലവനാണ്, തങ്ക കുടമാണ്. ഏതായാലും വരട്ടെ മോള്. ഇവിടെ വന്ന ആളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താമസിപ്പിക്കണ്ട. എന്നാലേ ഈ അഡ്വാൻസ് കൊണ്ടൊന്നും മേടിച്ചാൽ വേണ്ട വേണ്ട, അതൊക്കെ ആളിനെ നേരിട്ട് കണ്ടിട്ട് മതി. ഇതും കൂടി വാങ്ങിച്ചാട്ടെ, ഇഷ്ടം തന്നെ. അപ്പോഴേ ഞാൻ ഒന്നിറങ്ങിയിട്ട് വരാം. സാറെന്താ നോക്കുന്നത്? ഇതല്ലേ സേതുവിന്റെ അമ്മാവിന്റെ വീട്? അതെ. ഇതെന്താ അടച്ചിട്ടിരിക്കുന്നത്? സേതുവിന്റെ അമ്മാവ് മരിച്ചുപോയി. പുള്ളിക്കാരന്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിലേക്കും പോയി. എന്നെ പിറ്റേ ദിവസമാണ് വന്നത്. അത് കഴിഞ്ഞ് എങ്ങോട്ടോ പോയി. എവിടാ പോയെന്നറിയില്ല. മീനാക്ഷിയമ്മേ, മീനാക്ഷിയമ്മേ, മീനാക്ഷിയമ്മേ. ആരാ മീനാക്ഷിയമ്മ? അങ്ങനെ ഒരാളിവിടെ ഉണ്ട്. നിങ്ങളാണോ? എന്ത് വേണം? എവിടെയാ എന്റെ മുറി? മുറിയോ? അതെ, എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള മുറി. പിന്നെ ഇവിടെ അങ്ങനെ മുറി ബുക്ക് ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. പണിക്കരിയേറ്റം പറഞ്ഞല്ലോ അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന്. ഓഹോ, നിങ്ങൾക്ക് വേണ്ടിയാണോ പണിക്കരേട്ടൻ അഡ്വാൻസ് കൊണ്ട് തന്നത്? ഇല്ലെങ്കിൽ പിന്നെ പെട്ടിയും കിടക്കെല്ലാം കൂടെ പറക്കി കിട്ടി ഞാൻ ഇങ്ങോട്ട് വരുമോ? ക്ഷമിക്കണം കേട്ടോ, ഞാനിത് ഇപ്പൊ വരാം. ഇതാ, ഇത് നോട്ടുകളാണല്ലോ, താക്കോലല്ലോ. നിങ്ങൾ തന്ന അഡ്വാൻസ്. നിങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ മുറിയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അയ്യോ, പിന്നെ എങ്ങനെ പറയണം? ഞാൻ വലിയ ആശയോടുകൂടി വന്നതാണ്. നിരാശയോടുകൂടി അങ്ങോട്ട് മടങ്ങി പോയേച്ചാ മതി. പോണം പോണം. ആരെയാ മോളെ? മീനാക്ഷിയമ്മയാണോ? അതെ, പണിക്കരദ്ദേഹം പറഞ്ഞേച്ച ആളാ ഇല്ലയോ? അതെ അതെ, എനിക്കിവിടെ മുറി തരില്ലെന്ന് പറയുന്നു. അതെന്താ മോളെ? അയാളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. എന്താ പറ്റില്ല? അത്ര തന്നെ കാര്യം. അയാളുടെ അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പോയിക്കോ. അയ്യോ എന്റെ പൊന്നമ്മച്ചി, നിങ്ങൾ അങ്ങനെ പറയരുത്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, നാടില്ല, വീടില്ല. ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തൽക്കാലം ഇവിടെ ഒരു കമ്പനിയിൽ ഒരു ചെറിയ ജോലി കിട്ടി. ഞാൻ സർക്കാരിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ട് എനിക്ക് സർക്കാർ ജോലി കിട്ടാതിരിക്കില്ല, തീർച്ചയായും. നിങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഇവിടെ പറയുന്നെന്തിനാ? അല്ല, ഞാൻ ഒരു പാവമാണെന്ന് പറയുകയായിരുന്നു. ആഹാ, പിന്നെ ആദ്യം ഇവിടെ വന്ന് ധിക്കാരം കാണിച്ചതോ? അതിനൊരു കാര്യമുണ്ട്. ഞാൻ പാവമാണെന്ന് പറഞ്ഞ് ചെല്ലുന്നിടത്തൊക്കെ എന്റെ പുറത്ത് കുതിര കയറുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ. എന്നാലേ ഇത് ചട്ടമ്പിമാർക്കുള്ള സ്ഥലമൊന്നുമല്ല. കോട്ട മോളെ, പാവം കണ്ടിട്ട് ഒരു പാവമാണെന്ന് തോന്നുന്നു. ഇവിടെ താമസിച്ചോട്ടെ. അതല്ലേ പറയുന്നത്? ഏത്? ഒന്നുമില്ല. മോളെ, നീ എന്നാ മുറിച്ച മുറി ഒന്ന് കാണിച്ചു. പിന്നെ വായി പല്ലുണ്ടല്ലോ? ഉണ്ട്. വെക്കുപല്ലല്ലോ? അല്ല. മതി 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 മതി. വെക്കുപല്ലാണെങ്കിലേ പാക്കറ്റിൽ എടുത്തിട്ടുള്ളൂ എന്ന് പറയാൻ വരുമായിരുന്നു. സൂക്ഷിച്ച് കയറിയില്ലെങ്കിലേ പല്ല് കാണത്തില്ല. പോരെ പോരെ. ഞാൻ അപ്പോഴേ
സൂക്ഷിച്ചോളാം. വേണം പതുക്കെ പതുക്കെ. വേണ്ട വേണ്ട വേണ്ട. ഇതാണ് നിങ്ങൾക്കുള്ള മുറി. എല്ലാം ഭംഗിയായി സൂക്ഷിക്കണം, ഒന്നും കേട് വരുത്തരുത് കേട്ടോ. ഇതിനെ കേടുവരുത്താൻ ഇനി ഈശ്വരൻ വിചാരിച്ചാൽ പോലും സാധ്യമല്ല. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, വളരെ ഇഷ്ടപ്പെട്ടു. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. കവിയാണോ? അയ്യോ, ഞാനൊരു സിനിമാ പാട്ട് പാടിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ മുഖത്തല്ല കണ്ടില്ലേ? അതിന്റെ വിയാതെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? അല്ല, കുറച്ച് വായു. അതൊക്കെ തന്നെ വന്നോളൂ. അതിന്റെ കാലിറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ സ്വിച്ചൊക്കെ ഇടുമ്പോ വളരെ സൂക്ഷിക്കണം. ഏതെങ്കിലും പലകയുടെ മുകളിൽ കയറി നിന്നേ ഇടാവും, കാക്കടിക്കും പറഞ്ഞേക്കാം. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളി എന്റെ തലയെ വീഴാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അതൊന്നും വീഴില്ല, അതൊക്കെ അവിടെ തന്നെ നിന്നോളൂ. സൂക്ഷിക്കണം, നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ചെയ്തെന്ന സഹായങ്ങൾക്കൊക്കെ എന്റെ നന്ദി. ഒരു ചെറിയ ഉപകാരം കൂടി ചെയ്യാമോ? എന്താ? ഞാൻ തന്ന അഡ്വാൻസ് തന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയിക്കോളാം. നിങ്ങളെന്താ മനസ്സിലെ കളിപ്പിക്കുകയാണോ? ഞങ്ങളൊക്കെ നിങ്ങളുടെ കളിപ്പിള്ളിയാണെന്ന് വിചാരിച്ചോ? അഡ്വാൻസ് ഒന്നും തിരിച്ചു കൊടുക്കാക്കില്ല. ഓ, എന്റെ തലവിധി. തലവിധി. എന്റെ അവസാനം ഇവിടെ തന്നെയാണെന്നാ തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ചോദിച്ചത് കേട്ടില്ലേ? അല്ല, ഞാൻ ഇറച്ചി മീൻ കഴിക്കുന്ന ആളാണോ? ഇറച്ചി ഇറച്ചി കഴിക്കോ? ഇല്ല. ഇറച്ചി മീനെന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് വെറുപ്പാ. പിന്നെ ഇവിടെ കണ്ട അലവലാതി കൂട്ടുകാരെ ഒന്നും കൂട്ടിക്കൊണ്ട് വരാൻ ഒക്കില്ല. 9 മണി ആവുന്നതിന് മുമ്പ് ഇവിടെ എത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ മുന്നോട്ടത്തെ വാതിൽ ഞാൻ അടച്ചേക്കും. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് വരും. ഞാൻ സഹായിക്കണോ? ഓഹോ, ഒന്നും വേണ്ട. അല്ല, ആഹാരമൊക്കെ എവിടുന്നാ കഴിക്കുന്നത്? കമ്പനിയുടെ അടുത്ത് ഒരു ചെറിയ ഹോട്ടലുണ്ട്, അവിടെ നിന്നാണ്. അയ്യോ, ഈ ഹോട്ടലിന്റെ ആഹാരം എന്നും കഴിച്ചാൽ മടുക്കത്തില്ലയോ? അല്ല, അല്ലെങ്കിൽ തന്നെ കിട്ടുന്നൊക്കെ ഹോട്ടലിൽ കൊടുക്കാനല്ലേ വരത്തുള്ളൂ. പാചകം ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. പാചകം ചെയ്യാനും അറിയാം. പക്ഷേ ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ്. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാര്യം? അമ്മയുടെ കാര്യമല്ല, ഇറച്ചിയും മീനൊക്കെ ഉണ്ടാക്കുന്നത് എന്തു അറിഞ്ഞാൽ. അവക്കതൊക്കെ പണ്ടേ വെറുപ്പാ. അത് സാരമില്ല. പിന്നെ കുഞ്ഞിനൊരു കൂടിയേ കഴിയുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അവൾ അറിയരുതെന്ന് മാത്രം. അവിടെ വാക്കുപോലല്ല മനസ്സ്, പഞ്ചപാവ.